ശ്രീ രംഗനാഥൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സർ, എങ്ങനെയാണ് മത്സരത്തിന്റെ വിജയത്തെ നോക്കിക്കാണുന്നത്? എല്ലാവരും മികച്ച ഫോമിലേക്ക് ഉയർന്നിരിക്കുന്നു. സെമി ഫൈനൽ ആയിരുന്നു എങ്കിൽ പോലും ഒരു ഫൈനൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു മത്സരമായിരുന്നു ഓസ്ട്രേലിയ എതിരാളികളായി വരുന്നത് കൊണ്ട്. അവിടെ ഒരു വിജയം, അതൊരു മധുര പ്രതികാരം കൂടിയാണ്, ലോകകപ്പിലേറ്റ പരാജയത്തിനുള്ള പ്രതികാരം കൂടിയാണ്. ഒരു കിരീട നേട്ടത്തിലേക്കൊക്കെ പ്രതീക്ഷ വെക്കാവുന്നതാണോ ഇന്നത്തെ വിജയം? അല്ല, ടീം ഇന്ത്യ എന്നുള്ള രീതിയിൽ ബൗളർമാരും കൂടാതെ ബാറ്റർമാരുടെയും മികച്ച ഒരു പെർഫോമൻസ്, ഒരു കൂട്ടായ വിജയം, പരിശ്രമം, അതിന്റെ ഒരു വിജയം. ഇന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് ചർച്ച ചെയ്താണ് ഇന്ത്യയുടെ ഒരു ബോളിംഗിന്റെ ഒരു കുറവ്, പ്രത്യേകിച്ച് ബുംറയുടെ ഒരു അഭാവം. പക്ഷെ അതെല്ലാം മാറ്റി മുഹമ്മദ് ഷമി എന്നുള്ള ആ പഴയ ആ ബൗളറിന്റെ വീര്യം നമുക്ക് ഇന്നും കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് സ്മിത്തിന്റെ ഒരു വിക്കറ്റ് ഇന്ന് കളിയുടെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് തന്നെ പറയാം. മനോഹരമായ ഒരു പന്ത്, സ്മിത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് സ്മിത്തിന്റെ വിക്കറ്റ് ഷമി നേടുന്നത്. പിന്നീട് ബൗളർമാർ, സ്പിന്നേഴ്സിന്റെ ബോളിംഗ് മികവും വരുൺ ചക്രവർത്തിയുടെ ബോളിംഗ് മികവ്, എല്ലാ രീതിയിലും ഇന്ത്യൻ ബൗളർമാരുടെ ഒരു മികച്ച പ്രകടനം. ഒരു ചെറിയ ടോട്ടൽ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു സാമാന്യം ഭേദപ്പെട്ട ഒരു ചെറിയ ടോട്ടലിന് ഓസ്ട്രേലിയ ഒതുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആദ്യമായിട്ട് ഈ വിജയത്തിന്റെ മുഖ്യ പങ്ക്. പിന്നീട് വിരാട് കോഹ്ലി, അദ്ദേഹത്തിന്റെ ആ ഒരു ക്ലാസ് ഇന്നും നമുക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹം സെഞ്ചുറി അടിച്ചില്ലെങ്കിലും ടീമിനെ വിജയത്തിലോട്ട് എത്തിക്കുന്നതിന്റെ മുഖ്യ പങ്ക്, കൂടാതെ KL രാഹുലിന്റെ ബാറ്റിംഗ് മികവ്, എല്ലാ രീതിയിലും ഇന്ത്യയുടെ ബാറ്റർമാരും നിർണായക ഘട്ടത്തിൽ ഫോമിലോട്ട് വന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലേറ്റ പരാജയത്തിന് ഒരു മധുരമായിട്ട് സെമി ഫൈനലിൽ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു വിശേഷത. തീർച്ചയായും വളരെ നന്ദി ഞങ്ങളോട് ഈ അവസരത്തിൽ സഹകരിച്ചതിന്. ഇപ്പോൾ സച്ചിൻ